ഹലോ ഗൈസ്, ദി ബോയ്സ് ഈ സീരീസ് നിങ്ങൾ പലർക്കും അറിയായിരിക്കും. ഒട്ടുമിക്ക പേരും ഈ സീരീസ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ സീരീസ് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ദിവസം. ഇതിൻ്റെ ലാസ്റ്റ് സീസണിലെ ലാസ്റ്റ് എപ്പിസോഡ് ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മെയ് 20-ന്. സോ അതിങ്ങനെ കാണാൻ പോകുന്നത് ഇങ്ങനെ ഫ്രണ്ട്സോട് ഇങ്ങനെ പറഞ്ഞു, ഏതാ സീസൺ, ഏത് സീരീസാണ് ഇതിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഞാൻ ദി ബോയ്സ് ലിറ്ററലി അവർക്കറിയില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടെന്ന്. ബട്ട് ഇപ്പോഴും ഞാൻ പറയുന്നു, ഇതുവരെ ഈ ബോയ്സ് എന്ന് പറഞ്ഞ സീസൺ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് സൂപ്പർ ഹീറോ. സോറി, അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ സ്ഥിരം കണ്ടുവന്ന സൂപ്പർ ഹീറോസിൻ്റെ ക്ലീശ എല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ഒരു ഡാർക്ക് സൈഡ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു കിട്ടില്ല സീസണാണ് നിങ്ങൾ മിസ് ചെയ്യുക. സോ ഈ സീസൺ കഴിയുമ്പോൾ ഇതിലെ നായകന്മാരായ ബുച്ചർ, ഹ്യൂയി, സ്റ്റാർലൈറ്റ് അല്ലെങ്കിൽ ഫ്രഞ്ച്, ഇവരെ ഒന്നും നിങ്ങൾ ഓർത്തിരിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് നിങ്ങളെന്നും ഓർത്തിരിക്കാൻ പോകുന്ന ഒരു ക്യാരക്ടറുണ്ട്, ദി ഹോംലാൻഡർ. ഞാനീ പറഞ്ഞത് ഈ സീരീസിലെ നായകനെ പറ്റിയൊന്നുമല്ല, ഇതിലെ മെയിൻ വില്ലൻ, അത്രയും ബ്രൂട്ടലായിട്ടുള്ള ഒരു കിടിലം വില്ലൻ ക്യാരക്ടറിനെയാണ്. ഹോംലാൻഡറിനെ പറ്റി പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. ആ ഹോംലാൻഡറിനെ ചെയ്തു വെച്ചിരിക്കുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് വേയിലാണ്. ഇനി അതിനും മേലെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഹോംലാൻഡറിന് നമുക്ക് വേറെ ആരെ വെച്ചും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഐ ആം എ ബിഗ് ഫാൻ ഓഫ് ഹോംലാൻഡർ. ഞാൻ ഈ ബ്രൂട്ടൽ സീൻസിൻ്റെയോ അല്ലെങ്കിൽ ബ്ലഡ് വയലൻസിൻ്റെയോ ഫാൻ ആയതുകൊണ്ടൊന്നുമല്ല. ആൻ്റണി സ്റ്റാർ, പുള്ളിയുടെ ആ ഒരു വേ ഓഫ് ആക്ടിങ്, അല്ലെങ്കിൽ പുള്ളി അതിനകത്ത് പണി വെച്ചിരിക്കുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തത്ര ലെവലിലാണ്. ഒരു ഹോംലാൻഡറിൻ്റെ ഒരു സീൻ നമ്മുടെ സ്ക്രീനിൽ കാണുമ്പോൾ പുള്ളിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു നോർമലായിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർ പവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും പുള്ളിയുടെ അടുത്ത് നിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു ഫിയർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പുള്ളി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ടെൻഷനാണ്. 5 സീസണോടെ ഇവർ ഈ സീരീസ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. വെയിറ്റ് ചെയ്ത് ഓരോ എപ്പിസോഡും ഓരോ ആഴ്ചയും കുത്തിയിരുന്ന് കണ്ടാണ് ഞാൻ തീർത്തത്. ബട്ട് എനിക്ക് എൻ്റെ ലാസ്റ്റ് സീസൺ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് കുറച്ചുകൂടെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാമായിരുന്നു എന്നൊക്കെ എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി. ബട്ട് എൻ്റെ അഭിപ്രായമായിരിക്കില്ല ബാക്കിയുള്ളവർക്ക്. സ്ഥിരം സൂപ്പർ ഹീറോ മൂവീസൊക്കെ ക്ലീശ കണ്ട് മടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ പുതിയ ഒരെണ്ണം ട്രൈ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആളാണെങ്കിൽ, ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആമസോണിൻ്റെ ഈ പറഞ്ഞ ദി ബോയ്സ് നിങ്ങൾ കാണുക. ഈ സീരീസ് കണ്ടതിന് ശേഷം നിങ്ങൾ പറയുക, നിങ്ങൾ ബുച്ചറിൻ്റെ സൈഡാണോ അതോ ഹോംലാൻഡറിൻ്റെ സൈഡാണോ?